വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ഭരണപക്ഷ കയ്യാങ്കളി ഏറ്റുമുട്ടൽ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞാ വിവാദത്തിൽ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും രാജി ആവശ്യപ്പെട്ട് LDF പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ അതൊരു കയ്യാങ്കളിയിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ ആ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ മേയറെ വലിച്ച് ഇഴയ്ക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കയ്യാങ്കളി വലിച്ചുപിടിയൊക്കെ നടക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. വലിയ രീതിയിലുള്ള കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരു മുറുമുറുപ്പുണ്ടായിരുന്നു. അതിപ്പോൾ അണപൊട്ടി ഒഴുകിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം അനുസരിച്ച് മേയർ മെഡിക്കൽ കോളേജിലാണ്, ചികിത്സയിലാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. കാപ്പ കേസിൽ അറസ്റ്റിലായ BJP കൗൺസിലർ R. സുഗതനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF സമരം നടത്തുന്നതിനിടെയാണ് 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയത്. അതായത് ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്ന ഒരു ആരോപണം ഈ കേസിൽ നിർണായകമായ ഹൈക്കോടതി വിധി വന്നത് പിന്നാലെ ഈശ്വരനാമത്തിൽ ഈ 19ഓളം കൗൺസിലർമാർ ഈശ്വരനാമത്തിൽ പിന്നാലെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. BJP കൗൺസിലർമാർ ഇന്നലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തതോടെ മേയർ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് അസാധുവായി എന്നാണ് LDF വ്യക്തമാക്കുന്നത്. മേയറും ഡെപ്യൂട്ടി മേയറും രാജിവെച്ച് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇത്തരത്തിലൊരു പ്രതിഷേധവുമായാണ് LDF മുന്നോട്ട് വന്നത്. അതിനിടെയാണ് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടത്. മേയർ VV രാജേഷിനെ ഓഫീസിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ CPM കൗൺസിലർമാർ തടഞ്ഞിരുന്നു. ഇതോടെയാണ് വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുത്തത്. BJP കൗൺസിലർമാർ പ്രതിരോധവുമായി രംഗത്തെത്തുകയും ചെയ്തു. ഉന്തിലും തള്ളിലും CPM വനിതാ കൗൺസിലർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. മേയറെ ഓഫീസിൽ കയറ്റില്ലെന്ന് തിട്ടൂരം പുറപ്പെടുവിക്കാൻ LDFന് ആരാണ് അധികാരം നൽകിയതെന്ന ചോദ്യം മേയർ VV രാജേഷ് ഉന്നയിച്ചു. അത്തരം അക്രമങ്ങൾ അംഗീകരിക്കില്ലെന്നും BJP കൗൺസിലർമാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു. പ്രതിഷേധം നടക്കുന്നതിനിടെ മേയറും ഡെപ്യൂട്ടി മേയറും ഓഫീസിലേക്ക് എത്തി. LDF പ്രവർത്തകർ ഇവരെ തടയാൻ ശ്രമിച്ചു. ഇതാണ് വലിയ രീതിയിലുള്ള കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടത്. പോലീസ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഇരു കൂട്ടരും തയ്യാറായില്ല. ഇതിനിടെ ബലം പ്രയോഗിച്ച് മേയറും ഡെപ്യൂട്ടി മേയറും ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടെ CPM വനിതാ കൗൺസിലർക്ക് തലയ്ക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. LDF കൗൺസിലർമാർ മുദ്രാവാക്യ വിളികളുമായി മേയറുടെ ഓഫീസിന് പുറത്തും കോർപ്പറേഷൻ ഓഫീസിന് പുറത്തും പ്രതിഷേധിച്ചു. മേയറെ ആക്രമിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും അതിനെ ചെറുക്കാൻ ശ്രമിച്ച BJP വനിതാ കൗൺസിലർമാർക്കുൾപ്പെടെ പരിക്കേറ്റുവെന്ന് ഡെപ്യൂട്ടി മേയർ ആശാനാഥും പറഞ്ഞു. പിന്നാലെ വലിയ പോലീസ് സുരക്ഷയോടെ മേയർ VV രാജേഷ് കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയി. BJP പ്രവർത്തകർ മേയറെ അഭിവാദ്യം ചെയ്തപ്പോൾ LDF പ്രവർത്തകർ മേയറെ കൂകി വിളിക്കുന്ന സാഹചര്യമുണ്ടായി. BJP കൗൺസിലർമാർ സ്വകാര്യമായി സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കുക മാത്രമാണ് LDF കൗൺസിലർമാർ ചെയ്തതെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചത്. ഇത്തരത്തിൽ സുഗതനെതിരെയുള്ള പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് LDFനൊരു തുറുപ്പ് ചീട്ട് പോലെ അടുത്ത പ്രതിഷേധത്തിന് വകയൊരുക്കി ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കോടതി അതിൽ ഇടപെട്ടത്, അതായത് അസാധുവാക്കിയത്. പിന്നാലെ ഈശ്വരനാമത്തിൽ കഴിഞ്ഞ ദിവസം കൗൺസിലർമാർ 19ഓളം കൗൺസിലർമാർ ഈശ്വരനാമത്തിൽ പിന്നാലെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഇത്തരത്തിൽ 2 വിഷയങ്ങൾ LDFന് മുന്നിൽ കിട്ടിയതോടെയാണ് അവർ ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കിയത്. പിന്നാലെ അത് വലിയ രീതിയിൽ ഒരു കയ്യാങ്കളിയിലേക്കും ആശുപത്രിയിലേക്ക് പോകുന്ന തരത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ജനാധിപത്യപരമായ സമരമാണ് നടന്നതെന്ന് കോർപ്പറേഷനിലെ CPM പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപക് പറഞ്ഞു. എന്നാൽ ബലം പ്രയോഗിച്ചുള്ള സമരം അംഗീകരിക്കില്ല എന്ന് മേയർ പറഞ്ഞു. വലിയ രീതിയിലുള്ള കയ്യാങ്കളിയിലേക്കും വലിയ രീതിയിലുള്ള ഒരു തള്ളൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുണ്ടായി. ഭരണഘടനാ ലംഘനവും ക്രിമിനൽ സംരക്ഷണവും വഴി കോർപ്പറേഷൻ ഭരണത്തെ BJP പൂർണ്ണമായി സ്തംഭിപ്പിച്ചിരിക്കുകയാണെന്ന് മുൻ മന്ത്രി V. ശിവൻകുട്ടി ആരോപിച്ചു. വികസന രംഗത്ത് തലസ്ഥാന നഗരിയെ ദശാബ്ദങ്ങൾ പിന്നോട്ടടിച്ച BJP ഭരണസമിതിക്ക് അധികാരത്തിൽ തുടരാൻ യാതൊരു ധാർമ്മിക അവകാശവും ഇല്ല എന്നാണ് V. ശിവൻകുട്ടി കുറ്റപ്പെടുത്തിയത്. ഭരണപരാജയത്തിന്റെ ഉത്തരവാദിത്തമേറ്റ് മേയർ രാജിവെക്കണമെന്നും സ്വന്തം രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത BJPയുടെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ 20 കൗൺസിലർമാരുടെ നടപടിക്ക് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ കനത്ത പ്രകടനം ജനവഞ്ചനയ്ക്കുള്ള തെളിവാണെന്നും നിയമവും ഭരണഘടനയും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ വളച്ചൊടിക്കാമെന്നാണ് BJP കാണിച്ചു തരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു.